ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ സ്ഥിരമായി പറയുന്ന ഒരു വാക്കാണ് കർമ്മദോഷം. ഇത് സത്യമാണോ? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കുമോ? അതെപ്പോഴാണ് അനുഭവിക്കുന്നത്? ഈ ജന്മത്തിലാണോ അതോ അടുത്ത ജന്മങ്ങളിലാണോ? ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഈ ഭൂമിയിൽ പലതരത്തിലുള്ള മനുഷ്യരെ കാണാറുണ്ട്. ചിലർ ജനിക്കുമ്പം മുതൽ അവർക്ക് ദുരിതമായിരിക്കും. നമ്മൾ വിചാരിക്കും ചെറുപ്രായത്തിൽ കഷ്ടപ്പെടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നല്ലത് വരും എന്ന് ചിന്തിക്കും. പക്ഷേ ചിലർക്ക് അങ്ങനെ സംഭവിക്കും. ചിലർക്ക് അവരുടെ മരണം വരെ അവർക്കൊരു മനസ്സമാധാനം ഉണ്ടാവുകയില്ല. പക്ഷെ ചിലർക്ക് ജനിക്കുമ്പോൾ മുതൽ സുഖമായിരിക്കും. അവർക്ക് മനസ്സിന് നല്ല സമാധാനം കാണും. നല്ല രീതിയിൽ അവർ ജീവിക്കും. അവരുടെ മരണം വരെ സന്തോഷവും സമാധാനവുമായിട്ട് അവർ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലർ എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും അവർക്ക് ലഭിക്കുന്ന ഫലങ്ങളെന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഫലങ്ങളായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല സാത്വികരായ അച്ഛനും അമ്മയും. പക്ഷേ മക്കൾ തലതിരിഞ്ഞു പോയി. മക്കളെ കൊണ്ടുള്ള ദുഃഖം അങ്ങനെയും നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കും, ഇത്ര നല്ല അച്ഛനും അമ്മയ്ക്കും ഇത്ര മോശപ്പെട്ട ഒരു കുട്ടി എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മൾ ആലോചിക്കും, നമ്മളിങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടും. അവർ നല്ല ആളുകളായിരുന്നു, പക്ഷേ അവരുടെ ജോലി തിരക്ക് കൊണ്ട് കുഞ്ഞിനെ കൃത്യമായി നോക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ചിലർ ദുഷ്ടത്തരം ചെയ്ത് ഇങ്ങനെ ജീവിക്കും. പക്ഷേ ഒരു തിരിച്ചടിയുമില്ല. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അഹങ്കാരമാണെങ്കിൽ അങ്ങ് ഉച്ചിയിൽ കയറിയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഒരു തിരിച്ചടിയില്ല. നമ്മൾ വിചാരിക്കും കിടന്ന് നരയിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ആശ്വസിക്കും. പക്ഷേ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പറയും കലിയുഗമാണ്, ഇങ്ങനെയൊക്കെയാണ്, ദുഷ്ടന്മാർ പന പോലെ വളരും, നല്ല ആളുകൾക്കൊന്നും കാലമില്ല എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെയുള്ള പല ജാതി മനുഷ്യരെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാനായിട്ട് സാധിക്കും. ഇതിലേത് വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് നമ്മളെന്ന് നിങ്ങളൊന്ന് സ്വയം, നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് സ്വയം നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പല രീതിയിൽ സംഭവിക്കുന്നത്? കർമ്മദോഷം, കർമ്മഫലം. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുരുക്ഷേത്രം അല്ലേ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും 100 മക്കൾ കൊല്ലപ്പെട്ടു. ഈ 100 മക്കളും മരിക്കുന്നത് ഈ അച്ഛനും അമ്മയും കാണുകയാണ്. ഒരാളെ ഒരു ഊന്നുവടിയായിട്ട് കൊടുത്തില്ല. അത് ഗാന്ധാരി ചോദിക്കുന്നുണ്ട് ഭഗവാനോട്. ഭഗവാൻ അതിന് ഉത്തരവും പറയുന്നുണ്ട്. നമുക്കിനി ഭാഗവതം അങ്ങോട്ട് കഥ പറയുന്ന സമയത്ത് വളരെ വിശദമായിട്ട് ആ ഭാഗം പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് അങ്ങനെ സംഭവിച്ചു? ധൃതരാഷ്ട്രം ചോദിക്കുന്നുണ്ട്, ഭഗവാനെ എന്തുകൊണ്ട് എൻ്റെ 100 മക്കളുടെയും മരണം എനിക്ക് കാണാനായിട്ട് എന്നെ ഇങ്ങനെ ഇട്ടു? എല്ലാവരും മരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുന്നു. അതെല്ലാം ഞാനിങ്ങനെ കാണുകയല്ലേ ഒരച്ഛൻ എന്ന നിലയിൽ എന്ന് ചോദിക്കുമ്പോൾ കർമ്മദോഷത്തെപ്പറ്റി ഭഗവാൻ പറയുന്നുണ്ട്. അതായത് മുൻ ജന്മങ്ങളിൽ ഇദ്ദേഹം 100 പക്ഷികളെ കൊന്നിട്ടുണ്ട്. അവരുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്. അത് ആ അച്ഛനായ പക്ഷി, ഈ 100 പക്ഷി കുഞ്ഞുങ്ങളുടെ അച്ഛൻ കണ്ട് മനസ്സ് വേദനിച്ചിട്ടുണ്ട്. അത് ആ ജന്മത്തിൽ അദ്ദേഹം അനുഭവിച്ചില്ല. ഈ ജന്മത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അത് അനുഭവിക്കുന്നു. അപ്പം കർമ്മഫലം ഈശ്വരനാണ് തീരുമാനിക്കുന്നത്, ഈ ജന്മത്തിൽ കൊടുക്കണോ അടുത്ത ജന്മത്തിൽ കൊടുക്കണോ എന്നുള്ളത്. അത് ഭഗവാന്റെ നിശ്ചയമാണ്. ഇനി നമ്മൾ ഈ കർമ്മദോഷങ്ങൾ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. നമ്മൾ ചെയ്തു പോയി,
അറിയാതെ ചെയ്തതാണ്, അറിവില്ലായ്മയാണ് മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എങ്ങനെ മാറ്റാം? കർമ്മദോഷം എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്താൽ മാറുമോ? മാറില്ല. ഏതു ഗംഗയിൽ കുളിച്ചാലും ചെയ്തതും പറഞ്ഞതും ഒന്നും പോവില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യുന്നത്? ഒരു ചെറിയ പരിഹാരം. അതായത് നമ്മളൊരു വലിയ തെറ്റു ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം വന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കളോടോ ഗുരുക്കന്മാരോടോ ഒക്കെ വളരെ മോശമായിട്ടൊന്ന് വാക്കുകൊണ്ട് പെരുമാറി എന്ന് ഇരിക്കുക. ആ സമയത്ത് അവരുടെ മനസ്സിനൊരു വേദനയുണ്ടാകും, അല്ലേ? നമ്മൾ പശ്ചാത്തപിച്ച് അവരോട് ക്ഷമ പറഞ്ഞ് സത്യസന്ധമായി മനസ്സിൽ തൊട്ട് ക്ഷമ പറഞ്ഞാൽ പിന്നീട് നമ്മളത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. വീണ്ടും വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ദോഷം വർദ്ധിക്കും. നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മളെ കോടതി ശിക്ഷിക്കുന്നു, അവനെ ജയിലിലേക്ക് വിടുന്നു. നമ്മുടെ ഭാരതീയ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് നമ്മൾ സ്വീകരിച്ചു പോരുന്നത് റിഫോർമേറ്റീവ് തിയറിയാണ്. അതായത് ഇവനെ എങ്ങനെയെങ്കിലും റിഫോം ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക, അതാണ് നമ്മുടെ നിയമത്തിൻ്റെ ഉദ്ദേശം. അവസാനത്തെ കൈ മാത്രമാണ് എന്തെന്ന് പറയുന്നത്? വധശിക്ഷ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വധശിക്ഷയെ പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. എങ്ങനെയെങ്കിലും ഇവനൊരു മാനസാന്തരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ശിക്ഷകൾ വിധിക്കുന്നത്. ആ മാനസാന്തരമാണ് പശ്ചാത്താപത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്നതും വ്രതങ്ങൾ എടുക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയുകയാണ്. അങ്ങനെ ഏറ്റുപറയുമ്പോൾ തെറ്റു ചെയ്തു എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുകയും പരമാവധി അത് തിരുത്തുന്നതിനുള്ള ശ്രമം നമ്മൾ നടത്തുകയും ഇനി വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ് പശ്ചാത്തപിക്കാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ പാപകർമ്മങ്ങളിലേക്ക് പോകാതിരിക്കുകയും ആ തെറ്റിനെ അവർ ക്ഷമിക്കുകയും ചെയ്യും. അതോടുകൂടി അതിൻ്റെ ഒരു ശക്തി ഒന്ന് കുറയും. അതുമാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരിയായ ജ്ഞാനം അത് നേടണം എങ്കിൽ മാത്രമേ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചനം ലഭിക്കൂ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കൽ സ്വാമിജി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. സ്വാമിജിയോട് ചോദിച്ചു, കർമ്മദോഷങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകുന്നതിനായിട്ട് എന്തു ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ സ്വാമിജി പറഞ്ഞത്, ഒരിക്കലും കർമ്മദോഷങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാവുകയില്ല, അത് നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. അതായത് വളരെ കയ്പുള്ള ഒരു മരുന്ന് ഒരു കുട്ടിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടി ഇത് കഴിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അമ്മ നിറച്ച് തേനൊക്കെ ചേർത്തിട്ട്, ഈ മരുന്നിനകത്ത് തേനൊക്കെ ചേർത്തിട്ട് ഈ കുട്ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ കുട്ടി സന്തോഷത്തോടു കൂടി ആ മരുന്ന് കഴിക്കുന്നു. പക്ഷേ മരുന്നിൻ്റെ കയ്പ് ആ കുട്ടി അനുഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മരുന്ന് ഉള്ളിൽ ചെല്ലുന്നുണ്ട്. അപ്പം നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പോഴും ഗംഗാസ്നാനം ചെയ്യുമ്പോഴും പശ്ചാത്തപിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ കർമ്മദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ ഒരു തീക്ഷണത നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു തെറ്റു ചെയ്തു എന്ന ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ നാമം ജപിക്കുകയും, സ്വാമിജി അങ്ങനെയാണ് പറയുന്നത്, നാമം ജപിക്കുകയും ആ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുകയും അതുമൂലം ആർക്കെങ്കിലും ദോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് അതിന് പരിഹാരം ചെയ്യുകയും ശരിയായ പശ്ചാത്താപം നമുക്കവിടെ ഉണ്ടാവുകയും ദൈവിക വിചാരത്തിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ
എങ്ങനെയെങ്കിലും ഈ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടണം എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ദോഷങ്ങൾ നമുക്കുണ്ടാകും, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം. പക്ഷേ അതിൻ്റെ തീക്ഷണത നമ്മളറിയാതെ പോകും. അതാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ആശയമാണ് ഇതെന്ന് എനിക്ക് തോന്നി. കാരണം അതുകൊണ്ടാണ് ഇത് നിങ്ങളോടൊന്ന് പറയാം എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഈശ്വര നമുക്ക് ഇത്രയും വലിയ ദുരിതങ്ങളൊക്കെ തരുന്നത്? ഞാൻ എത്ര പരിശ്രമിക്കുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലല്ലോ, പക്ഷേ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണ്. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഒക്കെ ഇങ്ങനെ ഞാൻ ദുരിതത്തിലാണല്ലോ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്തു പോയി എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, അതിൻ്റെ പേരിൽ എത്ര കാലമായി ഞാൻ ഈ ദുരിതം അനുഭവിക്കുന്നു, ഇതിനൊരു അവസാനമില്ലേ? ഇങ്ങനെ നമ്മളൊക്കെ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്. കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ കർമ്മഫലങ്ങളുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിൽ നാമം ജപിക്കാനും പുണ്യകർമ്മങ്ങൾ ചെയ്യാനും പുണ്യസ്നാനങ്ങൾ ചെയ്യാനും പറയുന്നത്. ഒരു നദിയിൽ നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അഴുക്ക് പോകുന്നു അല്ലേ? പക്ഷേ മാനസികമായ അഴുക്ക്, മനസ്സിൻ്റെ ആ ഒരു അഴുക്കും കൂടി നമുക്ക് പോകണമെങ്കിൽ ജപം വളരെ അത്യാവശ്യമാണ്. ജപത്തോടു കൂടിയുള്ള സ്നാനം ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഭഗവാനെ, തെറ്റു ചെയ്തു പോയി, ഈ ജപത്തിലൂടെയും ഈ സ്നാനത്തിലൂടെയും എൻ്റെ ശരീരവും മനസ്സും ശുദ്ധമാക്കി തരേണമേ എന്ന് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ചാൽ, ഭഗവാനെ അറിഞ്ഞാൽ, ശരിയായ ജ്ഞാനത്തിലേക്ക് നമ്മൾ പോയാൽ തീർച്ചയായിട്ടും കർമ്മബന്ധങ്ങളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകും. എല്ലാത്തിനെയും അതിജീവിക്കുവാനും ഒഴുക്കിനെതിരെ നീന്തുവാനുമുള്ള ഒരു ശേഷി നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതിന് നിരന്തരമായ നാമജപം, ഭഗവാനെ അറിയുക, ഭഗവത്ഗീതയുടെ പഠനം, അത് വളരെ നിർബന്ധമാണ്. ഭഗവത്ഗീത ആദ്യ ഭാഗങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ശരിയായ അർത്ഥം അറിഞ്ഞ ഒരു മനുഷ്യന് അവൻ്റെ മുമ്പിൽ ശരിയായ പാത, എങ്ങനെ ജീവിക്കണം എന്നുള്ള പാത തുറന്നു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ നമ്മുടെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ഭഗവാനെ പ്രാർത്ഥിച്ച് ജീവിക്കുക. മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാതിരിക്കുക. അനാവശ്യമായി മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതിരിക്കുക. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഭഗവാന്റെ നാമത്തിൽ ജീവിക്കുക. കാരണം അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ട് കർമ്മദോഷങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിരന്തരമായ നാമജപവും ഭഗവാന്റെ സേവയും വ്രത അനുഷ്ഠാനങ്ങളുമായി മുമ്പോട്ട് പോവുക. അതുമാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.